പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയൊരു ചിന്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം ചിന്തയാണ്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്? അതാണ് നമ്മളെ നയിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന എൻ്റെ ചിന്തകളാണ് ഓരോ ദിവസത്തെയും വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എപ്പോഴും ഉന്നതപുരാനെ കുറിച്ചും അവിടുത്തെ സത്വചനങ്ങളെ കുറിച്ചും അവിടുത്തെ അങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കാറ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില ചിന്തകൾ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ചില പ്രശ്നങ്ങൾ കൂടുതൽ ചിന്തിച്ച് അത് കൂടുതൽ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തയ്ക്ക് മുമ്പിൽ കൂടുതൽ വഴികൾ വെട്ടരുത്. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാം, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ആ ചിന്തയുടെ മുമ്പിൽ നമ്മൾ കൂടുതൽ വഴികൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ചിന്ത അങ്ങനെ മുന്നോട്ട് പോകും. ചിലപ്പോൾ കാട് കയറിപ്പോകും, ചിലപ്പോൾ കടൽ കടന്നു പോകും, ചിലപ്പോൾ കല്ലും മുള്ളും താണ്ടി പോകും. അങ്ങനെ പലതരത്തിൽ ചിന്തകൾ കടന്നു പോകും. അത് കൂടുതലും നമ്മളെ നാശത്തിലും ദുഃഖത്തിലും അസംതൃപ്തിയിലും ഒക്കെ മാത്രമേ എത്തിക്കുകയുള്ളൂ. ഒരുവനെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നത് അവന്റെ ചിന്തകളാണ്. എന്നാൽ അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതും അവന്റെ തന്നെ ചിന്തകളാണ്. മനസ്സിലായോ? ഇന്ന് ചിന്തകൾ ശരിയില്ലാത്തത് നിമിത്തം സംശയരോഗം പോലുള്ള പല ദുരന്ത അവസ്ഥകൾക്ക് പലരും കീഴ്പ്പെടാറുണ്ട്. ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർ തന്നെ ചതിക്കുമോ, മറ്റാരുടെങ്കിലും കൂടെ പോകുമോ? ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ. നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ അവരെന്നെ പറ്റിക്കുമോ എന്നുള്ള ചിന്തകൾ. ഇത്തരം ചിന്തകൾ നമ്മളെ വീണ്ടും നമ്മുടെ മനസ്സിനെ കൂടുതൽ കലുഷിതമായ അവസ്ഥയിലേക്ക് കടത്തിവിടും. നമ്മുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നശിപ്പിക്കും. എന്നാൽ നീ നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ താങ്ങും, കർത്താവ് എന്നെ കരുതും, അവിടുന്ന് എന്നെ തള്ളിക്കളയുകയില്ല, അവിടുന്ന് എൻ്റെ കാര്യത്തിൽ ഇടപെടും, അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ അത്തരത്തിലുള്ള അസ്വസ്ഥ ചിന്തകൾ നമ്മളെ വിട്ടുപോകും.